ആവശ്യം കൂടി പെട്ടെടുക്കടാ. വരൂ വരൂ. എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്? അനക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഹലോ ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്നെ വീഡിയോസിലും ലൈവിലും ഒക്കെ കാണാനായിട്ട് എന്ത് പറ്റി ലൈവിൽ എന്താ വരാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുന്ന ഒട്ടുമിക്ക എൻ്റെ യൂട്യൂബ് ഫാമിലി ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരോടും പറയുകയാണ്, എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടും എനിക്ക് ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ശരിയാക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഈ ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോരോ സ്ഥാപനത്തേക്ക് പോയാൽ അതിൻ്റെതായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ഫസ്റ്റ് ഇതാ ഞങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ട്. ബാങ്കിൽ പോയിട്ട് അങ്ങനെ ബാങ്കിൽ ഉള്ളിലോട്ട് ചെന്ന് ടോക്കൺ എടുത്തപ്പോൾ 140 ആയിരുന്നു. അങ്ങനെ ഇതാ പുറത്ത് വന്ന് കാശ് എടുത്തുങ്ങാണ്ട് ലോൺ എടുക്കാനുണ്ട്. കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അതെടുക്കാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ അതൊക്കെ എടുത്ത് കാശൊക്കെ എടുത്ത് ബുക്കൊക്കെ അങ്ങോട്ട് പ്രിന്റ് ചെയ്തെടുത്ത് ബുക്കൊക്കെ ഫുള്ള് ആയിട്ടോ. ഇനി അടുത്ത ബുക്ക് നമ്മൾ പാസ്ബുക്ക് എടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ വീണ്ടും ബുക്ക് പോയി ചെയ്യിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. ഇൻഷാല്ലാ ഇനി അടുത്ത പ്രാവശ്യം പോയിട്ട് ബുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ മോളുണ്ടായതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. അങ്ങനെതാ ഒരു പഴക്കട, ഈ ഒരു പഴക്കട ഒത്തിരി പഴക്കമുള്ള ഒരു പഴക്കടയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും വാങ്ങും. ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിട്ട് ഞങ്ങൾക്ക് തരും കേട്ടോ. ഈ ഒരു കാക്കല്ലായിരുന്നു അന്ന്, വേറൊരു കാക്കയായിരുന്നു. ആ കാക്കനെ ഞാനിങ്ങനെ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മോൻ്റെ അടുത്ത് ഗൾഫിലേക്ക് പോയിന്ന് ആ കാക്ക ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നോമ്പിനുള്ള പഴവും വാങ്ങിയിട്ട് ഞങ്ങൾ നോമ്പ് നാളെ ആവുന്നില്ലൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ നാളെ അല്ല, മറ്റന്നാളാണ്. അങ്ങനെ പഴം, ചെറുപഴം, വലിയ പഴം രണ്ടും വാങ്ങി. അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. നോമ്പൊക്കെ അല്ലേ, ഈ വെയിലത്തൊന്നും ഒരിക്കലും റബ്ബെ പുറത്തിറങ്ങാൻ പറ്റൂല കേട്ടോ, അമ്മാതിരി വെയിലാണ്. അങ്ങനെ എനിക്ക് പ്രധാനപ്പെട്ടായിരുന്നു പോസ്റ്റ് ഓഫീസ്, അവിടെ പോയിട്ട് ഒരു സാധനം ശരിയാക്കാനുണ്ടായിരുന്നു. അത് ശരിയാക്കി നേരെ അക്ഷയ്ക്ക് വന്ന് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ ചെന്ന് അവിടെ ഞാൻ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ ചെന്ന് ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, കാരണം എനിക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഒത്തിരി പ്രയാസം, അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെ ആയിട്ടേ. അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ ആ ഡ്രസ്സിൽ തന്നെ നേരെ ഓടി മീറ്റിങ്ങിന്, മോളെയൊക്കെ വിട്ടിട്ട് നേരെ മീറ്റിങ്ങിന് പോയി അവിടെ പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് നേരെ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു വന്ന് അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയത് ഞങ്ങൾ പള്ളിയിലോട്ട് പോകാനുണ്ട്. നാളെ ഇനി നോമ്പായിരിക്കും, അതുകൊണ്ട് നാളെ നമുക്ക് പോകാൻ പറ്റത്തില്ല, ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ അല്ലായിരിക്കും, അതുകൊണ്ട് അന്ന് തന്നെ പോയി കേട്ടോ. അങ്ങനെ പോയിട്ട് നേരെ പ്രാർത്ഥിച്ചായി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പള്ളികളൊക്കെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. പള്ളിയൊക്കെ ആകെ പുതിയ പള്ളിയാക്കിയിട്ടുണ്ട്. എന്നാലും സിയാറത്ത് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സിയാറത്തൊക്കെ ചെയ്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുച്ഛമായ തുക അവിടെ നമ്മൾ ഇടാനുണ്ടായിരുന്നു. അതും ഇട്ട് പ്രാർത്ഥിച്ച് നേരെ വീട്ടിലോട്ട് വരുമ്പോൾ കണ്ട ജ്യൂസ് കടയിൽ കയറിയിട്ട് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദാഹം കേട്ടോ. ഭയങ്കര വെയിലും ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നെ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് നല്ല തണുത്ത അവിൽ മിൽക്ക് തരുമെന്ന് പറഞ്ഞു. അത് അവിൽ മിൽക്ക് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു ചായയാണ്. ഞാനാകെ നെറ്റി കേട്ടോ, കാരണം എത്ര ചൂടായാലും ഈ ചായ തന്നെയുള്ളൂ കുടിക്കട്ടോ. തണുപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അത് കുടിക്കത്തില്ല. നട്ടുച്ചായാലും ഈ ചായ തന്നെ കുടിക്കുക. ഇപ്പോഴത്തെ രാത്രിയാണ് കേട്ടോ, രാത്രി ഭയങ്കര ചൂട് തന്നെയാണ്. ചായ കുടിക്കണം നല്ലതൊന്നുമല്ല. ഇക്കാനെ കണ്ടോ, ഇക്കാനെ ജ്യേഷ്ഠന്മാരൊന്നും നിരച്ചിട്ടില്ല, ഇക്കത് നിരച്ച് മുത്തപ്പനായി കുത്തിരിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ അതിൻ്റെ കാരണം എന്താ, ചായ എത്ര ചായ കൊടുത്താലും നിൻ്റെയൊക്കെ ചായ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അങ്ങനെ വീട്ടിലോട്ട് ഞാൻ മോനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി വാങ്ങാൻ. ട്രീറ്റ് തരുമോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ. മോളും അങ്ങനെ അതേമാതിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്കിൽ ഒതുക്കാന്ന് വിചാരിച്ച സംഭവം മന്തിയിൽ അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും മന്തി കഴിച്ചു. അപ്പോൾ എനിക്ക് തിരിയാനില്ല, ടൈമില്ല, അതുകൊണ്ടാണ് കേട്ടോ ലൈവും കാര്യങ്ങളും ഒന്നും ഇടാത്തത്. നിങ്ങളൊന്നും വിചാരിക്കല്ലേ, നമുക്കറിയാലോ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് വന്ന് നമുക്ക് നിന്ന് തിരിയാനുള്ള ടൈം ഉണ്ടായിരിക്കത്തില്ല. അതും എനിക്ക് 10,000 കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.